Hi, good evening, all. Hello, am I audible? Hello, audible ആണോ? Yes, sir. ഓക്കെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ഏരിയയാണ് ബിസിനസ് എൻവയോൺമെന്റ്. സോ ദി ബേസിക്സ് നമുക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ ദോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ബേസിക് ലെവൽ തൊട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. സോ ബിസിനസ് എൻവയോൺമെന്റ് കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ബിസിനസിന്റെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ആൻഡ് വി ഓൾസോ ടേംഡ് എക്സ്റ്റേണൽ എന്നുള്ള കൺസെപ്റ്റ് പറയുമ്പോൾ ബിസിനസ് എൻവയോൺമെന്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് എക്സ്റ്റേണൽ എന്ന് പറയുന്ന സിനാരി ഉപയോഗിക്കുന്നത്. അല്ലാത്ത എല്ലാ സിറ്റുവേഷനിലും വി ക്യാൻ സേ ഓൾ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദി റണ്ണിംഗ് ഓഫ് എൻ ഓർഗനൈസേഷൻ എന്നും പറയാം. Okay, anyway, it refers to all external factors which have a bearing on the functioning of the business. So, according to Berry M. Richmond, അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എൻവയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് factors that are largely, if not totally, external and beyond the control of individual industrial enterprises and their managements. Normally, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി തിങ്സ് ഈ ഒരു എക്സ്റ്റേണൽ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നുള്ളതായിരിക്കും. അതായത് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റിന്റെ കൺട്രോളിൽ പുറത്തുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. മാനേജ്മെന്റ് കൺട്രോളിൽ അകത്തുള്ള കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയാനുള്ള കാരണം. സോ എനിവേ, എൻവയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് ദി ഫാക്ടേഴ്സ് ദാറ്റ് ആർ ലാർജ്ലി, if not totally, external and beyond the control of the individual enterprises and their managements. There are essentially the givers within which firm and their management must operate in a specific country, and they vary often greatly from country to country. സോ ഓരോ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. ലൈക്ക് ഇന്ത്യയിൽ അഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മേ നോട്ട് ബി സെയിം ഇൻ സം അനദർ കൺട്രി. അപ്പോൾ ടോട്ടലി ടോട്ടാലിറ്റി നമ്മൾ പറയുമ്പോൾ ഒരു കമ്പനിയെ അഫക്റ്റ് ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സ് വിച്ച് മേ ബി ഔട്ട്സൈഡ് ദി കൺട്രോൾ ഓഫ് ദി കമ്പനി ഇറ്റ്സെൽഫ്, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഞാൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്യുവാണ്, എൻവയോൺമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് എക്സ്റ്റേണൽ മാത്രമല്ല വരുന്നത്, ഇന്റേണൽ ഫാക്ടേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. സോ ലെറ്റ്സ് ടേക്ക് വൺ മോർ ഡെഫിനിഷൻ. It is the process by which strategists monitor the economic, governmental, market, supplier, technological, geographic, and social settings to determine opportunities and threats for their firms. ഒരു കമ്പനിയിലേക്ക് വരുമ്പോൾ അവരുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മളുടെ കമ്പനിയുടെ ത്രെട്ടും ഓപ്പർച്യൂണിറ്റി ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വി മേ ഹാവ് ടു ഗോ ത്രൂ ദി വേരിയസ് ഇക്കണോമിക് ആസ്പെക്ട്സ്, ഗവൺമെന്റൽ ആസ്പെക്ട്സ്. മേ ബി ഗവൺമെന്റിന്റെ പുതുതായിട്ടുള്ള ലോ ഉണ്ടാകാം, റൂൾസ് ഉണ്ടാകാം. ഇതെല്ലാം നമ്മൾ കമ്പനിയുടെ റണ്ണിങ്ങുമായി ബന്ധപ്പെട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇസ് ദർ, നമ്മുടെ സപ്ലൈസ്, ടെക്നോളജിക്കൽ ആസ്പെക്ട്സ്, കമ്പ്യൂട്ടർ, പുതിയ പുതിയ ടെക്നോളജി വരുന്നു, കമ്പ്യൂട്ടേഴ്സ് വരുന്നു. ഇതെല്ലാം നമ്മുടെ കമ്പനിയുടെ റണ്ണിങ്ങിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ഫാക്ടേഴ്സിന്റെയും ഒരു കൾമിനേഷൻ ആണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. From the above definitions, we can extract that the business environment consists of all factors that are internal and external, which poses threat to the firm or these provide opportunities for exploitation. So basically, it may be a threat. നമ്മുടെ കമ്പനി ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ത്രെട്ട് ആയിരിക്കാം. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ബി ആൻ ഓപ്പർച്യൂണിറ്റി ആസ് വെൽ. ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എൻവയോൺമെന്റ്, ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ നോക്കുമ്പോൾ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഇന്റേണൽ ഇൻ ദി സെൻസ് നമ്മുടെ കമ്പനിയുടെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. ബേസിക്കലി കമ്പനിയുടെ പ്രമോട്ടർ, ഷെയർ ഹോൾഡർ, മിഷൻ, ഒബ്ജക്റ്റീവ്സ്, മാനേജ്മെന്റ് സ്ട്രക്ചർ, ഇന്റേണൽ പവർ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുള്ള കമ്പനിയുടെ ഇമേജും കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയും കമ്പനിയുടെ ഇന്റേണൽ പാർട്ടീസും എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ കമ്പനിയുടെ ഇന്റേണൽ എൻവയോൺമെന്റ് ആയി. വെറസ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ പുറത്ത്, ഓക്കെ, ദാറ്റ് മേ ബി മൈക്രോ എൻവയോൺമെന്റ് ആൻഡ് മാക്രോ എൻവയോൺമെന്റ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമുക്ക് ഫർദർ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, മൈക്രോ ആൻഡ് മാക്രോ.
Micro environment എന്ന് പറയുമ്പോൾ it includes those parties which are directly related to the company. External ആണെങ്കിലും ഒരു കമ്പനിയുമായിട്ട് directly related ആണ്. Like customers, suppliers, competitors, public, financiers, marketing intermediaries. സോ ഇവയുടെ എല്ലാ കമ്പനിയുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് കമ്പനിയുടെ ഒരു സ്ട്രാറ്റജിയോ ഒരു പരിധി വരെ ഈ ആളുകളുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യും. Whereas macro environment എന്ന് പറയുമ്പോൾ that is completely outside the scope of the company ആണ്. കമ്പനിക്ക് കൂടുതലായിട്ട് മാക്രോ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് മാക്രോ എൻവയോൺമെന്റിനകത്ത് വരുന്നത് ഇക്കണോമിക് ഫാക്ടേഴ്സ് ആണ്, social and cultural factors, demographic factors, then political government factors, natural factors, technological factors and global factors. ഇതെല്ലാം മാക്രോ എൻവയോൺമെന്റിന്റെ ഭാഗമായിട്ട് വരും. സോ ഈ ഓരോ ഏരിയയും, അതായത് നമ്മളിവിടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് മാക്രോ എൻവയോൺമെന്റിനെ പറ്റിയാണ്. എനിവേ ബാക്കിയുള്ള ഇന്റേണൽ ആൻഡ് മൈക്രോ എൻവയോൺമെന്റ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. മാക്രോ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഇക്കണോമിക് എൻവയോൺമെന്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ദെൻ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, ലീഗൽ എൻവയോൺമെന്റ്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ വീണ്ടും എടുത്ത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതാണ്. Okay, so let's start internal environment. One by one ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് ഇന്റേണൽ എൻവയോൺമെന്റ്. ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി ഇന്റേണൽ ആസ്പെക്ട്സ് വിച്ച് ആർ അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി കമ്പനി ഇറ്റ്സെൽഫ്. കമ്പനിക്ക് കൺട്രോൾ ചെയ്യാവുന്ന, കമ്പനിക്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്യാവുന്ന എല്ലാ ഇന്റേണൽ ആസ്പെക്ട്സും, ദാറ്റ് മീൻസ് കമ്പനി ക്യാൻ ചേഞ്ച്. ഈ എൻവയോൺമെന്റിനെ കമ്പനിക്ക് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യാം. അത്തരത്തിലുള്ള എൻവയോൺമെന്റിനെയാണ് ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് വാല്യൂ സിസ്റ്റം ഓഫ് ദി കമ്പനി, mission, objectives and vision of the company, then organization structure, corporate culture, human resources, physical resources and technological capabilities. So ഇതെല്ലാം കമ്പനിക്ക് അകത്ത് വരുന്നതാണ്. ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് കമ്പനി തന്നെയാണ്. Okay, so the factors which can be controlled by the company or primary factors which are directly affect the growth of the organization is called internal environment. കമ്പനിക്ക് ഡയറക്ട്ലി കൺട്രോൾ ചെയ്യാം, കമ്പനിയുടെ ഗ്രോത്തിനെ ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ്, ഇതാണ് ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി എന്തൊക്കെ വരും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ ദാറ്റ് ലെറ്റ്സ് സീ ഇന്റേണൽ എൻവയോൺമെന്റ് എഫക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. കമ്പനിയുടെ വാല്യൂ സിസ്റ്റം, മാനേജ്മെന്റിന്റെ സ്ട്രക്ചർ, മാനേജ്മെന്റിന്റെ നേച്ചർ, ദെൻ ഹ്യൂമൻ റിസോഴ്സസ്, കമ്പനിയുടെ ഇമേജും ബ്രാൻഡ് ഇക്വിറ്റിയും, ദെൻ ദർ ആർ സം അതർ ഫാക്ടേഴ്സ് ആസ് വെൽ. സോ ലെറ്റ്സ് സീ വൺ ബൈ വൺ. വാട്ട് യു മീൻ ബൈ വാല്യൂ സിസ്റ്റം? കമ്പനിയുടെ വാല്യൂ സിസ്റ്റം എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? സോ ഹിയർ സിസ്റ്റം മീൻസ് ദി പ്രോസസ് ഫോളോഡ് ഓർ ഇംപ്ലിമെന്റഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. കമ്പനിക്കകത്ത് വാല്യൂ, ആ വാല്യൂ ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സിനെയാണ് നമ്മൾ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് വാല്യൂ ഓഫ് ദി സിസ്റ്റം ഡിഫേഴ്സ് ഫ്രം വൺ കമ്പനി ടു അനദർ. It depends on individual perception like choice of business mission and objectives, business policies and practices. സോ കമ്പനി എങ്ങനെയാണോ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ആ സിസ്റ്റം വെച്ചിട്ട് ഓരോ കമ്പനിക്കും അവരവരുടേതായ ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടാകുക. സോ ഈ സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് കമ്പനി ഏത് രീതിയിൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്തിരിക്കുന്നു, കമ്പനിയുടെ മിഷൻ എങ്ങനെയാണ്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ്, അവരുടെ ചോയ്സ് ഓഫ് ബിസിനസ് എന്താണ്, അല്ലെങ്കിൽ കമ്പനിയുടെ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് എങ്ങനെയാണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് അവിടെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. ദിസ് സിസ്റ്റം വിൽ ബി ടോട്ടലി ഡിഫറെന്റ് ഫ്രം സം അനദർ കമ്പനി. സോ ഓരോ കമ്പനിയിലേക്ക് വരുമ്പോഴും അവരവരുടേതായ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്. ഈ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ ഇന്റേണൽ എൻവയോൺമെന്റ് ഭാഗമാണ്. രണ്ടാമതായി മാനേജ്മെന്റ് സ്ട്രക്ചർ ആൻഡ് നേച്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി സെൻട്രലൈസ്ഡ് ഓർ ഡീസെൻട്രലൈസ്ഡ്. സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് കൺട്രോളും ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, ഡെലിഗേഷൻ ഉണ്ടാവില്ല, പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും കംപ്ലീറ്റ് കൺട്രോളും കൈകാര്യം ചെയ്യുന്നത്. വേറെ ഡീസെൻട്രലൈസേഷൻ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ് ഫോം ചെയ്തിട്ടുണ്ടാവും. സോ ഡിപ്പാർട്ട്മെന്റ്സ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ പവർ ഡെലിഗേറ്റ് ചെയ്യപ്പെടുകയാണ്. സോ ദർ വിൽ ബി ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്. ആ ഒരു സിസ്റ്റമാണ് ഡീസെൻട്രലൈസ്ഡ് മാനേജ്മെന്റിൽ വരുന്നത്. സോ ഇതിൽ ഏത് മെത്തേഡാണ്, ഏത് സിസ്റ്റമാണ് നമ്മുടെ കമ്പനി ഫോളോ ചെയ്യുന്നത്, അതും ഇന്റേണൽ ആസ്പെക്ട് ആണ്. ദെൻ board of directors and hierarchy structure, support from stakeholders and relationship employee and between employees, relationship between employees. So ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതിന്റെ ഹൈറാർക്കിയും ഏത് രീതിയിലാണ് കമ്പനിയിലെ റിലേഷൻഷിപ്പ് വരുന്നത്,
ബേസിക്കലി ചെയിൻ ഓഫ് കമാൻഡ് എങ്ങനെയാണ്, ദെൻ ഷെയർ ഹോൾഡേഴ്സിന്റെ സപ്പോർട്ട് എങ്ങനെ കിട്ടുന്നുണ്ട്, അതേപോലെ എംപ്ലോയീസിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, എംപ്ലോയീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതെല്ലാം മാനേജ്മെന്റ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിരിക്കും. മാനേജ്മെന്റ് എങ്ങനെ ഒരു സ്ട്രക്ചർ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ അതനുസരിച്ചായിരിക്കും. ഇതും കമ്പനിയുടെ ഇന്റേണൽ മാറ്റർ ആണ് ദാറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ദി കമ്പനി. Then human resource. The characteristics of human resource like skill, quality, morale, commitment, attitudes, etc. could contribute the strength and weakness of the organization. ഈ പറയുന്ന HR എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ബാക്ക് ബോൺ ആണ്. ഹ്യൂമൻ റിസോഴ്സിന്റെ ക്വാളിറ്റീസ്, അവരുടെ ഐ മീൻ ഹൗ മച്ച് ദേ കോൺട്രിബ്യൂട്ട് ടു ദി ഓർഗനൈസേഷൻ, ഇത് എത്രമാത്രം അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ അത്രയും നല്ല കമ്പനി ആയിരിക്കും. എത്രമാത്രം കോൺട്രിബ്യൂഷൻ കുറവാണോ കമ്പനിയെ അത്രയും അത് അഫക്റ്റ് ചെയ്യും. ദീസ് തിങ്സ് ക്യാൻ ബി ചേഞ്ച്ഡ് ബിക്കോസ് കമ്പനിയുടെ ഇന്റേണൽ മാറ്റർ ആണ്, ഇന്റേണൽ എൻവയോൺമെന്റ് ആണ്, കമ്പനിക്ക് അതിനകത്ത് ഒരു കൺട്രോൾ ചെയ്യാൻ സാധിക്കും. Then the involvement, initiative, etc. of the people at a different may vary from organization to organization. ഓരോ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോഴും എംപ്ലോയിയുടെ ഇൻവോൾവ്മെന്റും എംപ്ലോയിയുടെ ഇനിഷ്യേറ്റീവും എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ എത്രമാത്രം ഡിലൈറ്റഡ് ആയിരിക്കുമോ അത്രമാത്രം കോൺട്രിബ്യൂഷൻ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. എത്രമാത്രം സപ്പോർട്ട് കിട്ടുന്നില്ലയോ അത്രയും കുറവായിരിക്കും കോൺട്രിബ്യൂഷൻ വരുന്നത്. Then company image and brand equity. So reputation of the company. Then there is like a value premium, memorable, recognizable and reliable. So basically കമ്പനിയുടെ ബ്രാൻഡ് ഇമേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ബ്രാൻഡ് ഇമേജ് എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ ഫാക്ടർ ആണ്. ബ്രാൻഡ് ഇമേജ് എന്ന് പറയുന്നത് ദാറ്റ് മേ ബി ഡെവലപ്ഡ് ഓവർ ദി ടൈം. കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ആണ്, എങ്ങനെ കമ്പനി ഓരോ ടൈമിലും ഡെവലപ്പ് ചെയ്തു, ഇവോൾവ് ചെയ്തു, കമ്പനിക്ക് ഏതൊക്കെ രീതിയിലുള്ള വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ റെക്കഗ്നൈസബിൾ ആണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കമ്പനിക്കായിട്ട് കമ്പനിയുടെ കോൺട്രിബ്യൂഷൻസ് വഴിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, കമ്പനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. Then there are some other factors like physical assets and facilities. കമ്പനി എത്രമാത്രം ഇൻവെന്ററീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എത്രമാത്രം എക്യുപ്മെന്റ്സ് കമ്പനിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. Then research and development, ലൈക്ക് ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ്, പുതിയ മെഷീനറി ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പുതിയ മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇതെല്ലാം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഭാഗമായിട്ട് വരും. ദെൻ മാർക്കറ്റിംഗ് റിസോഴ്സസ് ലൈക്ക് ചാനൽ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്, എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കമ്പനി ഫോളോ ചെയ്യുന്നത്, ഇതെല്ലാം ഇന്റേണൽ എൻവയോൺമെന്റ് ഭാഗമാണ്. ദെൻ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് ലൈക്ക് പ്രൊക്യൂർമെന്റ് ഓഫ് ഫിനാൻസ് ആൻഡ് മീറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്, അലോക്കേഷൻ ഓഫ് ഫിനാൻസ്, പ്രൊക്യൂർമെന്റ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്, ഇതെല്ലാം കമ്പനിക്ക് അകത്ത് വരുന്ന വേരിയസ് ഡിസിഷൻസ് ആണ്. ഓൾ ദീസ് ഡിസിഷൻസ് ആർ ക്യാൻ ബി ടേംഡ് ആസ് ഇന്റേണൽ എൻവയോൺമെന്റൽ ഡിസിഷൻസ്, അല്ലെങ്കിൽ ഇന്റേണൽ എൻവയോൺമെന്റ് ഭാഗമായിട്ട് തന്നെ നമുക്ക് പറയാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്റേണൽ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. സോ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ അകത്ത് വരുന്നത് ദാറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ദി കമ്പനി. കമ്പനിക്ക് അതിനകത്തൊരു സേ ഉണ്ടായിരിക്കും, ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരു പരിധി വരെ മോണിറ്റർ ചെയ്യുകയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നത് കമ്പനിയുടെ ഇന്റേണൽ എൻവയോൺമെന്റിനെയാണ്. Then second, external environment. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ വിച്ച് ആർ ഔട്ട്സൈഡ്, ഐ മീൻ കമ്പനിയുടെ ഇന്റേണലിൽ നിന്നും തൊട്ട് പുറത്തുള്ള, അത് രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. വൺ, കമ്പനിയുടെ ഇമ്മീഡിയറ്റ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഇമ്മീഡിയറ്റ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ കമ്പനിയുമായിട്ട് ഡയറക്ട്ലി കോൺടാക്റ്റിൽ വരുന്ന എക്സ്റ്റേണൽ പാർട്ടീസ് ലൈക്ക് നമ്മളുടെ കസ്റ്റമേഴ്സ്, നമ്മളുടെ റീസെല്ലേഴ്സ്, നമ്മളുടെ സപ്ലയേഴ്സ്, പബ്ലിക്, എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ പബ്ലിക്, ദെൻ കോമ്പറ്റീറ്റർ, ഇതെല്ലാം നമ്മളുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിന്റെ ഫസ്റ്റ് പാർട്ടാണ്, ദാറ്റ് ഇസ് മൈക്രോ എൻവയോൺമെന്റ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് സെക്കൻഡ് പാർട്ടാണ്, ദാറ്റ് വി ഹാവ് നോ കൺട്രോൾ, നമുക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാനോ നമുക്ക് ഒരു രീതിയിലും മാനേജ് ചെയ്യാനോ സാധിക്കാത്തതാണ് മാക്രോ എൻവയോൺമെന്റ്. സോ ബേസിക്കലി ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദി ഗവൺമെന്റ്, അല്ലെങ്കിൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനിയുടെ സ്കോപ്പിന് ഔട്ട്സൈഡ് ആണ്. ലൈക്ക് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, പുതിയ ഗവൺമെന്റ്സ് വരുന്നു, ഗവൺമെന്റ് മാറി വരുന്നു, അവരുടെ പോളിസിയിൽ ചേഞ്ചസ് വരുന്നു, ഇതെല്ലാം പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിന്റെ ഭാഗമായിട്ട് വരും. സോ ദാറ്റ് വിച്ച് കാനോട്ട് ബി കൺട്രോൾഡ് ബൈ അവർ കമ്പനി ഇറ്റ് സെൽഫ്. സോ ഇതൊരു എക്സ്റ്റേണൽ ഡിസിഷൻ ആണ്, നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇക്കണോമിക് ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്.
ഇതെല്ലാം മാക്രോ എൻവയോൺമെന്റിന്റെ ഭാഗമാണ്. So let's check external environment. Business environment may be defined as all those conditions and forces which are external to the business and beyond the individual business unit. So business environment properly define ചെയ്യുകയാണെങ്കിൽ ബിസിനസ് യൂണിറ്റിന്റെ പുറത്ത് ബിസിനസ് യൂണിറ്റിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത എല്ലാ ആസ്പെക്ട്സും which are outside the purview, outside the scope of the business unit. ആ ഒരു ഔട്ട്സൈഡ് വരുന്ന എല്ലാ ആസ്പെക്ട്സും നമ്മൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്നുള്ള ടേം കൊണ്ട് തന്നെ ഡിനോട്ട് ചെയ്യാം. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് റെഫേഴ്സ് ടു ദി എൻവയോൺമെന്റ് ദാറ്റ് ഹാസ് ആൻ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദി ബിസിനസ്. ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആയിരിക്കില്ല, ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആയിരിക്കും. അത്തരത്തിലുള്ള എൻവയോൺമെന്റിനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ദീസ് ആർ അൺകൺട്രോളബിൾ. വേറെ ഇന്റേണൽ എൻവയോൺമെന്റ് ആണെങ്കിൽ മാനേജ്മെന്റിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അവരുടെ ഡിസിഷൻ വഴി ഡയറക്ട്ലി അഫക്ട് ചെയ്യും. പക്ഷെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതാണ്. There are two types of external environment. One is micro environment, another is macro environment. Micro environment is also known as the task environment or operating environment because the micro environmental forces have a direct bearing on the operations of the company. കമ്പനിയുടെ ഓപ്പറേഷൻസിനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്നു. ലൈക്ക് കസ്റ്റമറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് മാറേണ്ടി വരും. സോ കമ്പനിയുടെ ഓപ്പറേഷൻസിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദി മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആർ മോർ intimately linked to the company other than macro factors. Macro factors എന്ന് പറയുമ്പോൾ ഇത് കമ്പനിയുടെ സ്കോപ്പിന് ടോട്ടലി പുറത്താണ്. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്, നോട്ട് ഡയറക്ട്ലി, ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, സോ macro environment is also known as general environment or remote environment. ഇവിടെ യാതൊരു സെയിം കമ്പനിക്ക് ഉണ്ടാവില്ല, കമ്പനിക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതാണ് മാക്രോ എൻവയോൺമെന്റ്. സോ മാക്രോ ഫാക്ടേഴ്സ് ആർ ജനറലി മോർ അൺകൺട്രോളബിൾ ദാൻ മൈക്രോ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്. നമ്മൾ ഇപ്പോൾ മൈക്രോ എൻവയോൺമെന്റ് നമുക്ക് കസ്റ്റമേഴ്സിനെയൊക്കെ ഒരു പരിധിവരെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ മാക്രോ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയ സേ ഉണ്ടാവില്ല, ഡിസിഷൻ മേക്കിങ്ങിൽ യാതൊരു രീതിയിലും നമ്മുടെ കമ്പനിക്ക് യാതൊരു രീതിയിലും ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല. വേറെ മൈക്രോ ലെവലിലാണെങ്കിൽ ഒരു പരിധി വരെ കസ്റ്റമേഴ്സിനെയും അതേപോലെ നമ്മളുടെ റീറ്റെയിലേഴ്സിനെയും ഇവരെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. Then when the macro factors are factors became uncontrollable, the success of the company depends upon the adaptability to the environment. So നമ്മളെല്ലാം ആക്ച്വലി ബിസിനസ് റൺ ചെയ്യുന്നത് ഒരു ഫോക്കാസ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. ഫ്യൂച്ചർ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള അസംഷൻ, ആ അസംഷനിൽ നിന്ന് വേരി ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് വരുവാണെങ്കിൽ then it will depend upon the ബിസിനസ് എങ്ങനെ അത് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ബിസിനസ് വിൽ മൂവ് ഓൺ, അതർവൈസ് ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകും. ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ്, മൈക്രോ ആൻഡ് മാക്രോ. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് രണ്ട് ടൈപ്സ്. സോ ഇതിൽ ഫസ്റ്റ് മൈക്രോ എൻവയോൺമെന്റ് എന്താണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ചെയ്തിരുന്നു. മൈക്രോ എൻവയോൺമെന്റിനെ പറ്റി പറയുമ്പോൾ മൈക്രോ എൻവയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് the factors, not actors, you can say actors as well, no issues. In the company's immediate environment that affects performance of the company. കമ്പനിയുടെ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റിൽ വരുന്ന ആക്ടീവ്സ്, നോ ഇഷ്യൂ. ആക്ടീവ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് മേ ബി അവർ കസ്റ്റമർ, ദാറ്റ് മേ ബി അവർ റീറ്റെയിലർ, ദാറ്റ് മേ ബി അവർ സപ്ലയർ, ദാറ്റ് മേ ബി അവർ ബാങ്കർ. ലൈക്ക് നമ്മളുമായിട്ട് കമ്പനിയുടെ വർക്കിങ്ങിൽ ഒരു സേ ഉള്ള, നമ്മളുടെ ഡിസിഷൻസിനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആണ് മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ കസ്റ്റമർ, സപ്ലയർ, മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് ലൈക്ക് നമ്മളുടെ ഹോൾസെയിലർ, റീറ്റെയിലർ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പോലുള്ള ആളുകൾ, ദെൻ ഫിനാൻസിയേഴ്സ് ലൈക്ക് ബാങ്ക്, ദെൻ പബ്ലിക്. ഇവർക്ക് എല്ലാവർക്കും കമ്പനിയുടെ റണ്ണിങ്ങിനകത്ത് ഒരു സേ ഉണ്ട്. ദേ ക്യാൻ ഡിസൈഡ്, അവരുടെ ടേസ്റ്റോ പ്രിഫറൻസോ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടോ ഇല്ലാതായി കഴിഞ്ഞാൽ കമ്പനിക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകും. മാക്രോ എൻവയോൺമെന്റിൽ നമുക്ക് അധികം ഒന്നും പറയാനില്ല. എന്താണ് മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രം ഓർക്കുക. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പോണന്റ് ഓഫ് മൈക്രോ എൻവയോൺമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ദാറ്റ്സ് ഓൾ.
Okay, then next, macro environment. മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ കമ്പനിയെ അഫക്റ്റ് ചെയ്യും, എന്നാൽ കമ്പനിക്ക് ഡയറക്റ്റ്ലി ഒരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് ആണ് മാക്രോ എൻവയോൺമെന്റ് വരുന്നത്. ലൈക്ക് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഇക്കണോമിക് ഫാക്ടേഴ്സ്, ലീഗൽ ഫാക്ടേഴ്സ്, ടെക്നിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ് ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. സോ വൺ ബൈ വൺ ആയിട്ട് ഇതെല്ലാം ഓരോ എൻവയോൺമെന്റ് ആണ്. സോ വി വിൽ ബി ഡിസ്കസിങ് ഇക്കണോമിക് എൻവയോൺമെന്റ് ടുഡേ, ആൻഡ് നെക്സ്റ്റ് 2 സെഷൻസിൽ നമ്മൾ ബാക്കിയുള്ള പോർഷൻസും കംപ്ലീറ്റ് ചെയ്യും. So let's start from economic environment. Economic environment refers to the aggregate of the nature of economic system of the country, the economic policies of the government, the organization of capital market, the nature of factor endowment, business cycle, and socio-economic infrastructures, etc. So ഒരു ഇക്കണോമിക്കൽ ആസ്പെക്ട്സ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇക്കണോമിക് പോളിസീസ്, മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി ഓഫ് ഗവൺമെന്റ്, അതേപോലെ ഓർഗനൈസേഷന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ മാർക്കറ്റ് എങ്ങനെയാണ്, അതേപോലെ ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ പാർട്ടായിട്ട് വരുന്നത്. ബിസിനസ് സൈക്കിൾ, ബൂം, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി, അതിൽ ഏത് സ്റ്റേജിലാണോ നിലനിൽക്കുന്നത്, ആൻഡ് ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഇക്കണോമിക് എൻവയോൺമെന്റ് ഭാഗമായിട്ട് വരുന്നതാണ്. ലെറ്റ്സ് സീ ഇൻ ഡീറ്റെയിൽ. Okay, economic environment. Those economic factors which have their effect on working of the business is known as economic environment. So ഏതൊക്കെ ഇക്കണോമിക് ഫാക്ടേഴ്സ് ആണോ നമ്മുടെ ബിസിനസ് റണ്ണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്, ആ എല്ലാ ഫാക്ടേഴ്സും ഇക്കണോമിക് എൻവയോൺമെന്റ് ഭാഗമാണ്. So it includes system, economic system, then policies, the nature of the economy, trade cycles or business cycle, economic resources, level of income, distribution of income, wealth, etc. ഇതെല്ലാം ഇക്കണോമിക് സൈക്കിളിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇക്കണോമിക് എൻവയോൺമെന്റ് ഭാഗമായിട്ട് നമുക്ക് പറയാം. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ചെയ്യും. Then the economic environment represents the economic conditions of the country where the international organizations operate. ഓരോ രാജ്യത്തേക്ക് പോകുമ്പോഴും ആ രാജ്യത്തെ ഇക്കണോമിക് ഫാക്ടേഴ്സ്, അതിനെയാണ് ഇക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഏത് സിസ്റ്റമാണ്, ക്യാപിറ്റലിസം ആണോ, സോഷ്യലിസം ആണോ, മിക്സ്ഡ് ഇക്കോണമി ആണോ, അതേപോലെ ഏത് തരത്തിലുള്ള പോളിസിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി, ഗവൺമെന്റിന്റെ ഡെറ്റ് പോളിസി എങ്ങനെയാണ്, ഫോറക്സ് പോളിസി എങ്ങനെയാണ്, ഇതെല്ലാം ഇക്കണോമിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരും. ഡിഫറെന്റ് കോമ്പോണൻസ് ഓഫ് ഇക്കണോമിക് എൻവയോൺമെന്റ്. ഇക്കണോമിക് എൻവയോൺമെന്റിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്, എന്തൊക്കെ കോമ്പോണന്റ് ആണ് അഫക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇൻകം ആൻഡ് വെൽത്ത്. ഇൻകം ഓഫ് എൻ ഇക്കോണമി is measured by GDP and GNP and per capita income. High values of these factors show progressive economic development environment. So ഒരു രാജ്യത്തിന്റെ ഇൻകം നമ്മൾ എപ്പോഴും അളക്കുന്ന ആ രാജ്യത്തിന്റെ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ്. സോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതേപോലെ GNP is there, NNP is there, per capita income is there. Per capita income means income per head. So ഇതൊക്കെ വെച്ചിട്ട് ഇതെല്ലാം ഈ റേറ്റ്സ് എല്ലാം കൂടുതൽ നിൽക്കുവാണെങ്കിൽ ആ രാജ്യം ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ റേറ്റ്സ് എല്ലാം കുറഞ്ഞു നിൽക്കുവാണെങ്കിൽ ആ രാജ്യത്തിന്റെ ഗ്രോത്ത് താഴോട്ടാണ്. സോ ഇത്തരത്തിലുള്ള GDP ഗ്രോത്ത് ഉള്ള രാജ്യങ്ങളിലായിരിക്കും കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യാനും അവരുടെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനും തയ്യാറാകുക. സോ ഇതെല്ലാം നോക്കിക്കൊണ്ട് ഈ ഓരോ ഫാക്ടറും ആ കമ്പനിയുടെ പ്രിഫറൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. Then employment levels. High employment represent positive picture of the economy. However, there are many forms of unemployment, including partial employment or disguised unemployment. So എംപ്ലോയ്മെന്റ് ലെവൽ എന്ന് പറയുന്ന കൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത് ഇത്രമാത്രം എംപ്ലോയ്മെന്റ് ആ ഇക്കോണമിയിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 100% എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എംപ്ലോയിഡ് ആണെങ്കിൽ ഇക്കോണമി ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ആ എംപ്ലോയ്മെന്റ് ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇക്കോണമി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. സോ ഇത് രണ്ടും ഒരു ബ്രോഡ് ടേം ആയിട്ട് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉള്ള ടേമിനകത്ത് നമുക്ക് പറയാമെങ്കിലും ഇവിടെ
there are n number of other factors. ഈ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വേറെയും കുറെ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അതായത് എംപ്ലോയ്മെന്റ് നമ്മൾ എംപ്ലോയിഡ് ആണെന്ന് വിചാരിക്കും, എന്നാൽ അൺഎംപ്ലോയ്മെന്റ് ആണ്, അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ്. ബിക്കോസ് ചില ഇൻഡിവിജ്വൽസ് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷനിലാണ് ഡിസ്ക്ലൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് വരുന്നത്. അതേപോലെ പാർഷ്യൽ അൺഎംപ്ലോയ്മെന്റ് ഇസ് ദർ. സോ ഈ ഒരു സിറ്റുവേഷൻസ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കില്ല. അതും എംപ്ലോയ്മെന്റ് ലെവൽസിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കുക. സോ കോമ്പോണൻസ് ആണ് നമ്മൾ പറയുന്നത് ഇക്കണോമിക് എൻവയോൺമെന്റ്: ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് ദി നേഷൻ, ദെൻ വിത്ത് എംപ്ലോയ്മെന്റ് ലെവൽസ്, ഇതെല്ലാം അഫക്റ്റ് ചെയ്യും. Then productivity. This is the output generated from a given amount of input. High level of productivity supports economic environment. പ്രൊഡക്ടിവിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രമാത്രം ഔട്ട്പുട്ട് ആ കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് നമ്മൾ GDP കണ്ടുപിടിക്കുമ്പോഴേക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. സോ എത്രമാത്രം ഔട്ട്പുട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഹൈ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം കൺട്രി ഡെവലപ്പ് ചെയ്യുകയാണ്, ഇക്കണോമിക് എൻവയോൺമെന്റ് ഫേവറബിൾ ആണ്. പ്രൊഡക്ഷൻ ലോ ആണെങ്കിൽ ഇക്കണോമിക് എൻവയോൺമെന്റ് അൺഫേവറബിൾ ആണ്. ദെൻ എലമെന്റ്സ് ഓഫ് ഇക്കണോമിക് എൻവയോൺമെന്റ്, ഇവിടാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഡിഫറെന്റ് എലമെന്റ്സ് 5 മേജർ കോമ്പോണൻസ് ആണ് ഇക്കണോമിക് എൻവയോൺമെന്റ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇക്കണോമിക് കണ്ടീഷൻ, സെക്കൻഡ് ഇക്കണോമിക് സിസ്റ്റം, ദെൻ ഇക്കണോമിക് പോളിസീസ്, international economic environment, and finally economic legislations. So first, economic condition എന്ന് പറയുമ്പോൾ ഇക്കോണമി എല്ലായ്പ്പോഴും സ്റ്റേബിൾ ആയിരിക്കില്ല. ഒരു പാറ്റേൺ അവർ ഫോളോ ചെയ്യും, ഒരു ഇക്കണോമിക് സൈക്കിൾ അവർ ഫോളോ ചെയ്യും. ഇക്കോണമി ആ സൈക്കിളിൽ ഡിഫറെന്റ് സ്റ്റേജസ് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റേജസ് ഇൻക്ലൂഡ് പ്രോസ്പെരിറ്റി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇക്കോണമി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ബൂം, ഇക്കോണമിയുടെ മാക്സിമം ലെവലിൽ എത്തിയിരിക്കുന്നു, ബൂം എത്തുന്നു. ദെൻ ഡിക്ലൈൻ, ആ മാക്സിമം ലെവലിൽ നിന്ന് പതുക്കെ താഴോട്ട് വരുവാണ്, ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇക്കോണമിക് ഡെവലപ്മെന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഡിക്ലൈനിൽ നിന്നും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നീട് അത് ഡിപ്രഷൻ ആണ്, ഇക്കോണമി പ്രതീക്ഷിച്ചതിൽ കൂടുതൽ താഴോട്ട് പോവുകയാണ്, ഡിപ്രഷനിലേക്ക് പോകുന്നു. ഡിപ്രഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിൽ പതുക്കെ ഇക്കോണമി തിരിച്ചു വരുന്നു. ഓക്കെ, സോ ദർ ആർ 5 സ്റ്റേജസ്. ഇക്കണോമിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇക്കണോമിക് സൈക്കിളിൽ 5 സ്റ്റേജസ് ആണ് വരുന്നത്. ഈ 5 സ്റ്റേജിൽ ഏത് ലെവലിലാണ് ഇക്കോണമി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ആ ഫാക്ടേഴ്സ് എല്ലാം നമ്മുടെ ബിസിനസ് എന്റർപ്രൈസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇക്കണോമിക് എൻവയോൺമെന്റ് ഏത് രീതിയിലാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. സോ 5 സ്റ്റേജസ്. ഫസ്റ്റ് ഇസ് പ്രോസ്പെരിറ്റി, ദെൻ ബൂം, ഡിക്ലൈൻ, റിസഷൻ, ഡിപ്രഷൻ ആൻഡ് റിക്കവറി. റിസഷനും ഡിക്ലൈനും ഒന്ന് തന്നെയാണ്. ഡിക്ലൈൻ ചെയ്യുന്ന സ്റ്റേജ് ആണ് റിസഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ 5 സ്റ്റേജസും ഓർക്കുക. Then next, economic systems. Economic system എന്ന് പറയുമ്പോൾ the framework of rules, goals and incentives that control economic relations among the people of a society. ഒരു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ഇക്കണോമിക് റൂൾസ് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഇക്കണോമിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് പീപ്പിൾ തമ്മിലുള്ള ഇൻസെന്റീവ് ഷെയറിംഗ് നടക്കുന്നത്, ഇതെല്ലാം ഇക്കണോമിക് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. There are 3 types of economic systems prevailing in the world. 3 തരത്തിലുള്ള ഇക്കണോമിക് സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തത് ക്യാപിറ്റലിസം ആണ്. 1773 വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ബുക്കിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഇക്കോണമിക് സ്റ്റൈലാണ് ആക്ച്വലി ക്യാപിറ്റലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ക്യാപിറ്റലിസം എന്ന് പറയുന്ന കൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത് the economic system in which business units or factors of production are large, privately owned and governed. ഇവിടെ കംപ്ലീറ്റ് ഓണർഷിപ്പും, അതായത് നമ്മുടെ രാജ്യത്തെ പ്രോപ്പർട്ടി ഓണർഷിപ്പ് മൊത്തം പ്രൈവറ്റ് പാർട്ടീസിന് ആൻഡ് കൺട്രോളിംഗ് റൈറ്റ്സ് എല്ലാം പ്രൈവറ്റ് പാർട്ടീസിന്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇന്റർഫിയറൻസ് ഉണ്ടാവില്ല. ഗവൺമെന്റ് ബിസിനസ്സിൽ കൈകാര്യം ഒരു രീതിയിലുള്ള ഇന്റർഫിയറൻസും ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. The profit earnings is the sole aim of the business units. Government of the country does not interfere in economic activities of the company. Economic activities of the country,
കൺട്രിക്കകത്ത് നടക്കുന്ന ഒരു ഇക്കണോമിക് ആക്ടിവിറ്റീസിലും ഗവൺമെന്റ് ഇന്റർവ്യൂ ചെയ്യുന്നില്ല. എല്ലാ കമ്പനികളുടെയും ബേസിക് എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിന് വേണ്ടിയായിരിക്കും മാക്സിമം വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്രീ മാർക്കറ്റ് ഇക്കോണമി. ഓൾ ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ദി എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ പ്രൈവറ്റ്ലി ടേക്കൺ. സോ ഒരു രീതിയിലും ഗവൺമെന്റ് ഇന്റർഫിയറൻസ് ഉണ്ടാവില്ല. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് പ്രൈവറ്റ് പാർട്ടീസ് ആണ്. അവർക്ക് കംപ്ലീറ്റ് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യാണ്. ഇത്തരത്തിലുള്ള ഇക്കോണമിയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. Okay, examples are, you can say England, Japan, America, all these are capitalist countries. Second type of economy, you can say system of economy, socialism. Socialism എന്ന് പറയുമ്പോൾ this an just നമ്മളിപ്പോ പറഞ്ഞ ക്യാപിറ്റലിസത്തിന്റെ ഓപ്പോസിറ്റ് സിനാരിയോ, അതാണ് സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾ ദി ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദി കൺട്രി ആർ കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ദി ഗവൺമെന്റ് ഫോർ ദി ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക്. ജനങ്ങൾക്ക് വേണ്ടി എല്ലാ ഇക്കണോമിക് റിസോഴ്സസും ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള സിസ്റ്റത്തെയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി അതിൽ നിന്നും ഷെയർ കിട്ടുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. ദി ഫസ്റ്റ് കൺട്രി ദാറ്റ് അഡോപ്റ്റ് ദിസ് കൺസെപ്റ്റ് വാസ് സോവിയറ്റ് റഷ്യ. Then the two main forms of socialism are, there are two types of socialism. One is democratic socialism, another one is totalitarianism or totalitarian socialism എന്ന് പറയും. All the economic activities controlled and regulated by the government, but the people have freedom of choice and occupation and consumption. ഇക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നു. പക്ഷേ ജനങ്ങൾക്ക് ഒക്യുപ്പേഷൻ ചൂസ് ചെയ്യാം, അതേപോലെ എന്ത് കൺസ്യൂം ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിക്കാം, എന്ത് മേടിക്കണം, എന്തൊക്കെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഏത് രീതിയിൽ വർക്ക് ചെയ്യണമെന്നും ഏത് രീതിയിലുള്ള പ്രൊഡക്ട്സ് കൺസ്യൂം ചെയ്യണമെന്നും തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ അതിനെയാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് പറയുന്നത്. ഒറിജിനൽ സോഷ്യലിസം ഡെമോക്രാറ്റിക് അല്ല, ഒറിജിനൽ സോഷ്യലിസം ടോട്ടലിറ്റേറിയനിസം ആണ്. സോ ദിസ് ഫോം is also known as communism. Under this, government are obliged to work under the direction, people are obliged to work under the direction of government. So ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഈക്വൽ ആണ്. മീൻസ് ഗവൺമെന്റ് ഏൺ ചെയ്യുന്നു, ഗവൺമെന്റ് തീരുമാനിക്കും ജനങ്ങൾ ഏത് വർക്ക് ചെയ്യണമെന്ന്. വർക്ക് ചെയ്തതിനു ശേഷം എത്രയാണോ റിസൾട്ട് കിട്ടുന്നത് അതെല്ലാം ജനങ്ങൾക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുന്നു. ഇവിടെ ഫ്രീ ഇക്കോണമി ഇല്ല, കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ഇക്കോണമി മാത്രമേ ഉള്ളൂ. ഗവൺമെന്റ് ആയിരിക്കും കംപ്ലീറ്റ് ഇക്കോണമിയും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ടാക്സ് സിസ്റ്റം ഉണ്ടായിരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് ഗവൺമെന്റ് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്ന ഒരു ഇക്കണോമിക് സിസ്റ്റം ആയിരിക്കും കമ്മ്യൂണിസം അല്ലെങ്കിൽ യു ക്യാൻ സേ സോഷ്യലിസം as well. Then തേർഡ് ടൈപ്പ് മിക്സ്ഡ് ഇക്കോണമി. നമ്മളുടെ രാജ്യം ഫോളോ ചെയ്യുന്നത് മിക്സ്ഡ് ഇക്കോണമിയാണ്. ദി സിസ്റ്റം ഇൻ വിച്ച് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് കോ എക്സിസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതിലാണെങ്കിൽ, അതായത് ക്യാപിറ്റലിസം ആണെങ്കിൽ പ്രൈവറ്റ് സെക്ടർ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുക, സോഷ്യലിസം ആണെങ്കിൽ പബ്ലിക് സെക്ടർ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുക, പ്രൈവറ്റ് സെക്ടർ ഉണ്ടായിരിക്കില്ല. പക്ഷേ മിക്സ്ഡ് ഇക്കോണമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ പബ്ലിക്കും പ്രൈവറ്റും ഒരേ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള സിസ്റ്റമാണ് മിക്സ്ഡ് ഇക്കോണമി എന്ന് പറയുന്നത്. സം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ പ്രൈവറ്റ്ലി ഓൺഡ് ആൻഡ് സം ആർ ഓൺഡ് ബൈ ഗവൺമെന്റ്. ഇപ്പൊ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ചില ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ പ്രൈവറ്റ്ലി ഓൺ ചെയ്യുന്നുണ്ട്, ചിലത് ഗവൺമെന്റ് ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗവൺമെന്റ് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഉള്ള ചില പ്രൊഡക്ഷൻ ഏരിയാസ് ഉണ്ട്, വേറെ പ്രൈവറ്റ് പാർട്ടീസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. സോ ലൈക്ക് സച്ച് എ ഡിവിഷൻ ഈസ് ദേർ. അങ്ങനെയുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ മിക്സ്ഡ് ഇക്കോണമി എന്ന് പറയുന്നത്. Then next, so that was about economic systems. അടുത്തതായി നമ്മൾ പറയുന്നത് ഇക്കണോമിക് പോളിസീസിനെ പറ്റിയാണ്. ഇക്കണോമിക് പോളിസീസ് എന്ന് പറയുമ്പോൾ പോളിസീസ് ദാറ്റ് അഫക്ട് ദി റണ്ണിങ് ഓഫ് ദി ബിസിനസ്. അതായത് ഗവൺമെന്റിന്റെ പോളിസീസ് ആണ് വിച്ച് ഹാവ് ആൻ ഇമ്പാക്ട് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളെയും എഫക്ട് ചെയ്യുന്ന ഗവൺമെന്റ് പോളിസീസ്. ഇതാണ് ഇക്കണോമിക് പോളിസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ കറൻസി സർക്കുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി. സോ ദി പോളിസി ഫോർമുലേറ്റഡ് ബൈ ദി സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി ടു കൺട്രോൾ ദി സപ്ലൈ ആൻഡ് കോസ്റ്റ് ഓഫ് മണി. കറൻസി സർക്കുലേഷൻ കൺട്രോൾ ചെയ്യുക, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഡീഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക തുടങ്ങിയ എയിമോട് കൂടിയാണ് മോണിറ്ററി പോളിസി എല്ലാ രാജ്യത്തിന്റെയും സെൻട്രൽ ബാങ്ക് ഇറക്കുന്നത്.
Then fiscal policy is the policy of government. Government of ഇന്ത്യയുടെ പോളിസിയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് എനി സ്റ്റേറ്റ്. ഇപ്പോ അമേരിക്ക ആണെങ്കിൽ ആ ഗവൺമെന്റ് പോളിസിയാണ് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ആൻഡ് ആക്ച്വലി ഇതൊരു ബഡ്ജറ്റഡ് പോളിസിയാണ്. ഓരോ ഇയർലി ബഡ്ജറ്റിലുമാണ് ഫിസിക്കൽ പോളിസി അവതരിപ്പിക്കുന്നത്. ഇത് ബഡ്ജറ്റ് ബേസ്ഡ് പോളിസിയാണ്. ബഡ്ജറ്റ് പ്രകാരമായിരിക്കും എന്താണ് ഫിസിക്കൽ പോളിസി എന്നുള്ളത് അവതരിപ്പിക്കുക. ലൈക്ക് ടാക്സേഷൻ, ടാക്സ് റേറ്റ് എല്ലാം എല്ലാ വർഷവും ബഡ്ജറ്റിലാണ് വരുന്നത്. സോ അത് ഫിസിക്കൽ പോളിസിയുടെ ഭാഗമാണ്. ദെൻ ബഡ്ജറ്റ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഫിനാൻസിങ് പോളിസി, ബോറോയിങ് പോളിസി, ഇതെല്ലാം ഫിസിക്കൽ പോളിസിയുടെ ഭാഗമാണ്. ദെൻ ഫോറിൻ ട്രേഡ് പോളിസി, ഇറ്റ് ഓൾസോ അഫക്ട് ദി ഡിഫറെന്റ് ബിസിനസ് എൻറ്റിറ്റീസ്. ഇമ്പോർട്ട് പോളിസിയും എക്സ്പോർട്ട് പോളിസിയും അതിനുള്ള റെസ്ട്രിക്ഷൻസും എല്ലാം ഫോറിൻ ട്രേഡ് പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നു. ദെൻ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസി, FDI എത്രമാത്രം അലോ ചെയ്യാം, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എത്രമാത്രം അലോ ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസിയുടെ ഭാഗമായിട്ടാണ്. ദെൻ ഇൻഡസ്ട്രിയൽ പോളിസി, റെഗുലേഷൻസ്, ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമുള്ള ഡിഫറെന്റ് റെഗുലേഷൻസ് എല്ലാം, അതായത് ഇൻഡസ്ട്രീസിന്റെ വർക്കിംഗുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് എല്ലാം ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇക്കണോമിക് എൻവയോൺമെന്റിൽ നോക്കാനുള്ളത്. നമ്മൾ ഇന്ന് കുറച്ച് വേഗത്തിലാണ് പോയത്. എനിവേ, ഇക്കണോമിക് എൻവയോൺമെന്റ് ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ഡേ, നാളെയല്ല, സെക്കൻഡ് പേപ്പറിന്റെ നെക്സ്റ്റ് ഡേ, ദാറ്റ് വിൽ ബി ഓൺ തേഴ്സ്ഡേ നമ്മൾ ബാക്കിയുള്ള എൻവയോൺമെന്റ്സ് കൂടി ഡിസ്കസ് ചെയ്യും. സോ ഇന്നത്തെ സെഷൻ ഒന്ന് കുറച്ച് ടൈമിലേക്ക് വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.